എല്ലാവർക്കും നമസ്കാരം. നന്ദവേദ യോഗ സെന്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു രാത്രി. ഇന്ന് നമ്മൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതിന് വേണ്ടിയിട്ടുള്ളൊരു യോഗയാണ് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിക്കാം. എന്താണ് ആങ്സൈറ്റി, എന്താണ് ഡിപ്രഷൻ? ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കയ്യോ കാലോ മുറിയായി, അല്ലെങ്കിൽ തലയിലൊരു മുറിയായി, അല്ലെങ്കിൽ പനിയാണ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്കൊരു സഹായവും കിട്ടും. പക്ഷേ ഒരു ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് സഹിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ നമ്മുടെ പല തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്കിതിന് സപ്പോർട്ടുകൾ വളരെ കുറവാണ് കിട്ടുക. നമ്മുടെ അടുത്തുള്ള ആളുകളുടെ അടുത്ത്, കാരണം അവർക്ക് അറിയില്ല അതെന്താണ് ഇവർ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡോക്ടർമാരുടെ സഹായം തേടാം, സൈക്യാട്രിസ്റ്റിൻ്റെ ഒക്കെ സഹായങ്ങൾ തേടാം. അതോടൊപ്പം നമുക്ക് ഈ യോഗയെ കൂടെ ഈ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള എല്ലാതുമല്ല പറഞ്ഞാൽ 1-2 യോഗാസനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിലേറ്റവും പ്രധാനം നമുക്കൊന്ന് ഇരുന്നുകൊണ്ടുള്ള തന്നെ ചെയ്യാം. നിന്നുകൊണ്ടുള്ളതുണ്ട്, നമുക്ക് പിന്നീട് ചെയ്യാം. ഇരുന്നുകൊണ്ട് ചെയ്യണ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ വജ്രാസനം എന്ന് പറയും. വജ്രാസനത്തിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇന്നോ അല്ലെങ്കിൽ നാളെയോ. ഇരുന്നുകൊണ്ട് ചെയ്യണൊരു യോഗാസനം. അപ്പം നമ്മൾ വജ്രാസനത്തിലിരിക്കുക. വജ്രാസനത്തിലിരിക്കുക പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളിത് കാല് ഇങ്ങനെ വെച്ച് നമ്മൾ കാലിൻ്റെ മുകളിലിരിക്കുക, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കാലിൻ്റെ മുട്ടിന് പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കണം. ഓക്കെ, സിമ്പിളായിട്ട് ഇത്ര ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേബി പോസ് എന്ന് പറയും. ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക, ബെൻഡ് ചെയ്യുക, മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹിപ്പ് ഇങ്ങനെ പൊന്തിയിട്ട് പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കഴിയണത്ര ഹിപ്പ് കാലിനോട് ചേർന്നിരിക്കണം. തല നെറ്റി തറയിൽ കുട്ടിക്കുക. നോർമൽ ബ്രീത്ത് ചെയ്യുക. ഇത് മറ്റേ ആങ്സൈറ്റിക്ക് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഇതേപോലെ തന്നെയാണ് കാറ്റ് ആൻഡ് കൗ പോസ് എന്ന് പറയും. നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കുക. നമ്മുടെ ഷോൾഡർ ലെവലിലാവണം കയ്യിൻ്റെ അതേ ലെവലിലാവണം കാൽമുട്ടുകൾ. സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക. ഇത് ഫുൾ ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ.